ആലപ്പുഴ കഞ്ചാവ് കേസിൽ യു പ്രതിഭ MLAയുടെ മകൻ കനിവിനെ ഒഴിവാക്കി എക്സൈസിന്റെ കുറ്റപത്രം. കനിവിനെ 9ാം പ്രതിയാക്കി FIR ഇട്ട കേസിലാണ് 7 പേരെ ഒഴിവാക്കി കുറ്റപത്രം നൽകിയത്. അമ്പലപ്പുഴ കോടതിയിൽ എക്സൈസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആകെ 2 പ്രതികളാണ് ഉള്ളത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. അശ്വിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, കഴിഞ്ഞ ഡിസംബർ 28-നാണ് പ്രതിഭ ഹരി MLAയുടെ മകൻ കനിവ് ഉൾപ്പെടെയുള്ള ആളുകളെ ഉള്ള ഒരു സംഘത്തെ കഞ്ചാവുമായി ഈ തകഴിയിൽ നിന്ന് പിടികൂടുന്നത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ കനിവിനെ പ്രതിയാക്കിയൊക്കെ FIR ഇട്ടതാണ്. പിന്നീട് ആ FIR തിരുത്തുകയും മറ്റുമൊക്കെ ചെയ്തത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കേസിൽ കനിവ് ഉൾപ്പെടെ 7 പേരെ ഒഴിവാക്കിക്കൊണ്ടാണ് എക്സൈസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ കനിവ് ഉൾപ്പെടെയുള്ള ആളുകൾ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവ് ഇല്ല എന്നുള്ളതാണ്. അതിൽ അന്ന് ഒരു വൈദ്യപരിശോധന നടത്തേണ്ടിയിരുന്നു. രക്തം, നഖം, മുടി ഇവയുടെയൊക്കെ വൈദ്യപരിശോധന നടത്തേണ്ടിയിരുന്നു. അന്ന് ഇത് നടത്തിയില്ല. ഒപ്പം കനിവ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടിട്ടില്ല. ഇതിന് മറ്റ് തെളിവുകളില്ല. എന്നാൽ ഒപ്പം കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളോ കനിവിൽ നിന്ന് കണ്ടെത്താനുമായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഈ കേസിൽ നിന്ന് കനിവിനെ ഒഴിവാക്കാനുള്ള കാരണമായി എക്സൈസ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഒപ്പം ഈ കഞ്ചാവ് കണ്ടെടുത്ത 2 പേർ മാത്രമാണ് ഈ കേസിൽ പ്രതികളായുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബാക്കിയുള്ള 7 പേരെയും പൂർണ്ണമായും കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് ഒരു നിയമ നടപടികളിലും കനിവിനോ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഒഴിവാക്കപ്പെട്ട 7 പേർക്കോ പങ്കെടുക്കേണ്ടി വരില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏറ്റവും വലിയ രാഷ്ട്രീയവാദം പോലുമായ ഒരു കേസാണ് കനിവിനെ പ്രതിയാക്കിയത് എന്നടക്കമുള്ള ശ്രദ്ധേയമാണ്. എന്തായാലും നിലവിൽ എക്സൈസിന് എതിരെ പ്രതിഭ ഹരി വരികയും ഈ കേസിൽ വലിയ സമ്മർദ്ദം എക്സൈസിന് നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തതാണ്. നിലവിൽ ഇപ്പോൾ അത് പൂർണ്ണമായും കനിവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി തുടർ നടപടികളിലേക്ക് വരും ദിവസം കടക്കുകയും ചെയ്യും. ഉന്മേഷ്, ശരി. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി.